നമസ്കാരം. നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അപ്പനും മോനും തമ്മിലടിക്കുന്നത് ആദ്യമായി കേൾക്കുക. ഒരു പാർട്ടിയിൽ തന്നെ തൊട്ടടുത്ത 2 സീറ്റുകളിൽ അപ്പനും മോനും ലക്ഷ്യമിട്ട് പ്രചാരണം തുടങ്ങി. പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് കൊടുക്കൂ എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ രണ്ടുപേരും തമ്മിൽ കടിപിടി തുടങ്ങി. ഈ അപ്പനെയും മോനെയും മനസ്സിലായോ ആരൊക്കെയാണെന്ന്? പൂഞ്ഞാറ്റിലെ അപ്പനും മോനും. ഇപ്പോൾ BJP-യിലെ 2 മുതലുകളും ഒന്നിനൊന്ന് മെച്ചം. അപ്പനെ കടത്തി വിട്ടും മോൻ. അപ്പന് പറഞ്ഞാൽ അപ്പടി ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ കൊട്ടയിലും കോണാഹത്തിലും കൊള്ളാത്ത തട്ടിവിടുന്ന ഡയലോഗൊക്കെ കേട്ടാൽ ഭൂമിയിൽ ഇവരെ കഴിഞ്ഞ് ആരുമില്ലെന്ന് തോന്നിപ്പോകും. ക്രൈസ്തവരുടെ മൊത്തം അട്ടിപ്പേറവകാശം തങ്ങൾക്കാണെന്ന് പറഞ്ഞാണ് BJP-യിൽ ചേർന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ BJP-കാർക്ക് മനസ്സിലായി ബെടാബെടായിയാണെന്ന്. ഇപ്പോൾ അപ്പൻ പൂഞ്ഞാറ്റിലും മോൻ പാലായിലും മത്സരിക്കാനാണ് BJP-യുടെ കാല് തിരുമുന്നത്. അപ്പനും മോനും രണ്ടിടത്തും പണി തുടങ്ങി. മോൻ പാലായിൽ വീടൊക്കെ വാടകയ്ക്കെടുത്ത് ചുമരുകളൊക്കെ ബുക്ക് ചെയ്ത് പാർട്ടിക്കാരെയൊക്കെ ചിക്കിലി എറിഞ്ഞ് സുഖിപ്പിച്ച് നിർത്തി. പക്ഷെ BJP പറഞ്ഞു, ആർക്കെങ്കിലും ഒരാൾക്ക് സീറ്റ് തരൂ. ആർക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാം. രണ്ടുപേരും മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്ന് BJP-ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇപ്പോൾ അപ്പനും മോനും തമ്മിലടിയായി. ഈ അടിയിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയണം. ഇതിനിടയിൽ കത്തോലിക്ക, അതായത് സീറോ മലബാർ സഭയിലെ തലശ്ശേരി രൂപത അധ്യക്ഷൻ മാർ പാംബ്ലാനിയെ DYFI-ക്കാർ വിമർശിച്ചതിൽ മോൻ പറഞ്ഞു, പിതാക്കന്മാരെ എന്തെങ്കിലും പറഞ്ഞാൽ നോക്കിയിരിക്കില്ല, തിരിച്ചടി നൽകുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം അടി കൊടുക്കേണ്ടത് പൂഞ്ഞാറ്റിലെ അപ്പനിട്ടാണ്, സ്വന്തം അപ്പനിട്ട്. 1 മാസം മുൻപ് പൂഞ്ഞാറ്റിലെ അപ്പൻ ഒരു കത്തോലിക്ക വൈദികനെ തെറി വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അന്ന് ഈ മോൻ എവിടെ പോയിരുന്നു? ഉഗാണ്ടയിൽ വല്ലതും ആയിരുന്നു. ആ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലൈവാണ്. അങ്ങനെയാണെങ്കിൽ അപ്പനിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ട് പോവാ മോനെ, പിന്നെ DYFI-ക്കാരെ ചൊറിയാം. അല്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ DYFI-ക്കാരുടെ മുതുകത്ത് കയറിയിരുന്ന് നാടൻപാട്ട് പാടാൻ ശ്രമിച്ചാലേ പൊടി പോലും കാണില്ല ദാസ. അപ്പോഴെങ്ങനെ? നിൽക്കുന്നോ പോകുന്നു?